ഹലോ നമസ്കാരം. നിങ്ങൾ സാലറീഡ് ക്ലാസ് എംപ്ലോയി ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഒരു മിനിറ്റ് കാണുക. നിങ്ങളുടെ റിട്ടേൺ എല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. അതിന് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5,000 റുപ്പീസ് എന്നൊരു പീനൽ ചാർജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അഥവാ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. അതായത് കഴിഞ്ഞ ദിവസം വന്ന ഇൻകം ടാക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഓൾമോസ്റ്റ് 1 lakh എംപ്ലോയീസിന് ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് ഫേക്ക് ഡിഡക്ഷൻസ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. NPS ക്ലെയിം ചെയ്തിട്ടുണ്ട്, ELSS അല്ലെങ്കിൽ ATC ഇൻഷുറൻസ് വഴി, അതായത് അവർ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തു, പക്ഷേ ആക്ച്വലി അവർ അങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസി ഒന്നും എടുത്തിട്ടില്ല. അത് അവർ ഫോം 16 വെച്ചിട്ടാണ് യൂഷ്വലി മാച്ച് ചെയ്യണത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുമ്പോൾ അവർ ഇൻസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് ഒരു 80 GGC, അതായത് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു AI കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ കൊടുക്കുന്ന പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ആയാലും ബാക്കി എന്തായാലും പബ്ലിക്കലി അവൈലബിൾ ലിസ്റ്റാണ്. സോ ആ ലിസ്റ്റിലേക്കും നമ്മൾ കൊടുത്ത ആക്ച്വൽ കോൺട്രിബ്യൂഷൻസും ലിങ്ക് ചെയ്യാൻ അവർക്ക് നിമിഷ നേരം മതി. സോ ഇനി മുന്നോട്ടുള്ള ഫയലിങ്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ്സ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അത് ആക്ച്വൽ ഡിഡക്ഷൻസ് മാത്രം ക്ലെയിം ചെയ്യുക. ഇനി വേറെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ 3 times ആയിരിക്കും പെനാൽറ്റി വരിക. എക്സ്ട്രീം കേസസിൽ ജയിൽവാസം വരെ വേണ്ടി വരും. സോ സ്റ്റേ അവെയർ, സ്റ്റേ കംപ്ലയൻറ്റ്. ദിസ് ഇസ് നിതിൻ ആൻഡ് ഐ സ്പീക്ക് ഓൺ ഫിനാൻസ് ആൻഡ് കംപ്ലയൻസ്.